കളി തുടങ്ങി. ഇനി ഒട്ടും കഴിക്കാൻ വിളിച്ചാ വരത്തില്ല. നിന്റെ അമ്മേ നിന്നെ അവിടെ കിടന്ന് തിരക്കുന്നു കഴിക്കാന്. അവള് വന്ന് അടിക്കുവേ. നിന്റെ കുഴിപ്പളത്ത് അമ്മൂമ്മ വിളിക്കുവാണെങ്കിൽ നീ പോവുമല്ലോ. അയ്യോ, അമ്മൂമ്മ അങ്ങോട്ട് പിടിച്ചില്ലല്ലയോ. കുഴിപ്പളത്ത് അമ്മൂമ്മ മാത്രമേ പിടിക്കത്തുള്ളൂ. കുഴിപ്പണത്തെ അമ്മൂമ്മ എന്റെ കൂടെ കളിക്കാനൊക്കെ വരും. അപ്പൂപ്പനും എന്റെ ഫ്രണ്ടാ. ആണോ? അമ്മൂമ്മ ഫ്രണ്ടാ? കല്ലുമോക്കേ ഇവിടെ നിൽക്കുന്ന ഒട്ടും ഇഷ്ടമില്ല. അതുകൊണ്ടാ ഇവിടെ വരുമ്പോ നമ്മളോട് വഴക്കിടുന്നേ. അമ്മൂമ്മല്ലേ ഇപ്പൊ വഴക്കുണ്ടാക്കുന്നേ? ആണ്ട കണ്ടോ, ഇപ്പൊ അങ്ങനെയായി. അമ്മൂമ്മയ്ക്ക് ഒരു സ്നേഹവും ഇല്ല. കല്ലു, അമ്മൂമ്മയ്ക്ക് കല്ലുവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ എല്ലാരെയും കൊണ്ട് അമ്മ ടൂറിനോ. കുഴിപ്പണത്തെ അമ്മൂമ്മയില്ലേ, എന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. ഞാനൊന്ന് പറയാ മതി. പറഞ്ഞത് കേട്ടോ മോനെ, പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണേലും കൊണ്ടുപോകുന്നു. ഇവളെ അവിടെ ഉള്ള എല്ലാവരെയും സോപ്പിട്ട് വെച്ചേക്കുവാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഇവള് പറയുന്നതാണ് അവിടുത്തെ തീരുമാനം. അച്ഛാന്ന് കുഴിപ്പണത്തെ അമ്മൂമ്മയെ വിളിച്ചേ. എന്തിന്? ഒരു കാര്യം പറയണം. ഓ, വിളിച്ചു കൊടുക്കും മോനെ, അവിടുത്തെ മൈസ്ട്രേറ്റല്ലയോ. നീയാണോ മൈസ്ട്രേറ്റ്? ആ അമ്മേ, ഞാൻ ഒരാളുടെ കൊടുക്കാവേ. അലമ്പാ. അല്ല അമ്മൂമ്മ, ഞാൻ ഉടനെ അങ്ങോട്ട് വരും. എന്തൊക്കെയുണ്ട് വിശേഷം? ആണോ? പിന്നെ നമുക്ക് കൊറേ സ്ഥലത്ത് പോകാനുണ്ട്. കൊറേ കഴിക്കാനും മടിക്കണം. ഇവിടെ ഒരാളെ എന്നെ എങ്ങും കൊണ്ടുപോകുന്നില്ല. ഞാൻ വാക്കുവാണ് ഉമ്മ. പോകുന്ന പോക്ക് കണ്ടോ, എന്തൊരു ഗമയാ. லெச்சு, கல்லு ஒண்ணுமே சாப்பிடவே இல்லப்பா. അവള് കഴിക്കട്ടെ, അവള് വായു തിന്ന് ജീവിക്കട്ടെ. എത്രയൊന്നും പറഞ്ഞ എന്റെ പുറകെ നടക്കണത്. അതൊക്കെ മേടിച്ചോ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഇവിടെ തിന്നാൻ കൊള്ളൊന്നും ഇല്ല അമ്മൂമ്മ. ആ ശരി. ഫോണിൽ നിന്നേ. ഇത് അമ്മയുടെ ഫോണാ. അതെനിക്ക് മനസ്സിലായി. ആരും കുഴിപ്പുറത്തെ അമ്മേനെ വിളിച്ച് കുറ്റം പറയുന്നേ? ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. കുറ്റമൊന്നും പറഞ്ഞില്ലെന്നാ ഞാൻ കേട്ട്. നീ പറഞ്ഞേക്കെ. ഞാനും പറഞ്ഞില്ല. അയ്യ, ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഒരാള് കുഴിപ്പുറത്തെ അമ്മേനെ വിളിച്ച് പറയാ ഇവിടെ കഴിക്കാൻ കൊള്ളാന്നൊന്നും ഇല്ലെന്ന്. ഇവിടെ എപ്പോഴും ദോശയും പാലും അല്ലേ? ദോശയും പാലിനും എന്തുവാ കുഴപ്പം? അവിടെ ആണെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഉണ്ട്. கல்லு, நான் கடைக்கு போகும்போது உனக்கு க்ரீம் பிஸ்கட் வாங்கி கொடுக்குறேன். അതിന്റെ ആവശ്യമൊന്നുമില്ല ആന്റി. ഉള്ള സാധനമൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. ക്രീം ബിസ്ക്കറ്റ് എനിക്ക് ഇവിടെ കുപ്പിയിൽ കുറെ മിഠായി അടിച്ചു വെക്കും. അതെന്തായാലും ഇവിടെ നടക്കത്തില്ല. അവിടുത്തെ അമ്മൂമ്മ എനിക്ക് ചിക്കൻ കറി പൊരിച്ചു. കങ്കാല് പൊരിച്ചരും പോലും. ചിക്കൻ കാലി? ചിക്കൻ കാലി അല്ല, കുഴിപ്പുറത്തെ അമ്മേ ഇവക്ക് ചിക്കൻ കാല് പൊരിച്ചു കൊടുക്കൂന്ന്. ഇവിടെ പൊരിച്ചു കൊടുക്കണം? ஆமா கல்லு, நீ வருத்தப்படாத. ஆண்டி உனக்கு சிக்கன் கால் பொரிச்சு கொடுக்குறேன். ആന്റി ഒന്ന് ചുമ്മാ ഇരി ആന്റി. നിനക്ക് ഞാൻ പേരും പറയും ചിക്കൻ കാല് തിന്നാനല്ലേ? പിന്നെ ഒരു കൊച്ചു കൊച്ചുങ്ങൾ ആഗ്രഹം പറഞ്ഞ ഞാൻ സാധിച്ചു കൊടുക്കണം. അങ്ങനെയാണല്ലേ അമ്മൂമ്മ? പിന്നെ പിന്നെ വേണം വേണം. മക്കൾക്ക് അവിടെ അമ്മൂമ്മ വേറെന്തൊക്കെ തരും? മിഠായി തരും, എല്ലാം തരും. ഐസ്ക്രീമും തരും. ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം. മേടിച്ചു കൊടു. മക്കളുടെ അച്ഛനോടെ പറ ഇതെല്ലാം മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്. ക്യാരറ്റിന്റെ മറ്റേ അതും മേടിച്ചും കേക്കും. കേക്കോ? കുപ്പിയിൽ അടിച്ചു വെക്കും. സ്മൂത്തായിട്ട് ഇറങ്ങി പൊക്കോളും. ക്യാരറ്റിയേക്കാകുമ്പോ ക്യാരറ്റ് കേക്കോ? ആ, മേടിച്ചു തരുവോ? അതും അച്ഛനോട് പറ മേടിച്ചു തരാൻ. ഇവിടെ മേടിച്ചുകൊണ്ട് വെക്കാൻ പറ. കേശു തിന്നോളൂ. തനിക്ക് ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ ഇരിക്കണ്? അതെ, പിന്നെ വേറൊരു കാര്യം കേട്ടാ, നിനക്ക് ഈ വീട്ടിൽ മേടിച്ചു വെക്കുന്ന സാധനങ്ങൾ തീരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, നിന്റെ കുഞ്ഞമ്മയാണ്. പാറു കുഞ്ഞമ്മ. അല്ല, കേശവൻ. അവളാണ്. കേശവൻ എല്ലാം തിന്നുന്നത്. കേശവൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാം തിന്നാൻ കിട്ടും. കള്ളനാണ് കേശവൻ. ഞാൻ അമ്മൂമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. ഇരുന്നേ. മക്കള് മുമ്പേ കുഴിപ്പളത്ത് അമ്മൂമ്മയോടെ എവിടെ പോകുന്ന കാര്യമായിരുന്നു പറഞ്ഞത്? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് പറയൂല. മുത്തിന് അമ്മൂമ്മ പടവലത്ത് കൊണ്ടുപോകും. എനിക്ക് പടവല ഇപ്പൊ ഇഷ്ടമല്ല. അയ്യോ, പറയുന്നു കേട്ടോ, പടവല ഇഷ്ടമല്ലെന്ന്. ഇനി അങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. വേണ്ടേ, ഇയാളെ ഇത്ര
ഇത്രയായിരുന്ന സമയത്ത് ഒരു കുഞ്ഞു നിക്കർ ഇട്ടോണ്ട് ആ പറമ്പിലൊക്കെ കിടന്ന് ഓടുമായിരുന്നു. അപ്പൊ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ പുറവിനോടാന് ഈ വയ്യാത്ത കാലും വെച്ചോണ്ട്. ഇനി ഞാൻ വരുന്നില്ല. എന്നെ നോക്കണെന്തിന്? ഞാൻ എന്ത് ചെയ്തിട്ടാ? അമ്മമ്മ ഒരു കാര്യം ചെയ്യും, അവളെ ചുമ്മാ വെറുതെ വിട്, ചൊറിയാൻ നിക്കണ്ട. ആ ഞാനാന്നല്ലോ ചൊറിയാൻ നിൽക്കുന്നത്. നീ ഓരോന്ന് പറയുന്നത് കേട്ടാണ് കൊച്ചോരോന്ന് പറയുന്നത്. ഞാൻ എല്ലാരെയും കണ്ട് പഠിക്കുന്നുണ്ട്. ഈ അമ്മൂമ്മ എപ്പോഴും പഴക്കണല്ലോ. കുഴിപ്പണത്തെ അമ്മൂമ്മ പാവം. അത് കൊച്ചു പറഞ്ഞത് കറക്റ്റാ. അതെ, രണ്ടെണ്ണം കൂടെ ഇറങ്ങി ഇവിടുന്ന്. അമ്മയും മോളും അടുക്കളയിൽ ഇറങ്ങിയേ. പോയി കുഴപ്പമില്ല തിന്നാ മതി, ഇവിടെ നിക്കണ്ട, ഇറങ്ങ്. അമ്മേ, ഞാൻ അച്ഛനെ കൂടെ കുഴിപ്പണത്ത് പോയിക്കോട്ടെ. പൊക്കോ, പോവണ്ടെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല പോവണ്ടെന്ന്. പൊക്കോ. ആ അങ്ങനാണെങ്കി എന്റെ പൊന്നുമോള് കുഴിപ്പള്ളത്തോട്ട് പോകുമ്പോ മാമനും കൂടെ മക്കളുടെ കൂടെ വരും. വരണ്ട. മാമമ്മ എനിക്ക് ഒന്നും തിന്നാൻ കിട്ടത്തില്ല. അമ്മക്ക് കുഴിപ്പണത്ത് പോവാം. ഒരു കുഴിപ്പള്ളംകാരി വന്നേക്കുന്നു. പോണെങ്കിൽ അങ്ങ് പോ, അവള് വരുന്നില്ല. വരികയാണെങ്കിൽ ഞാൻ നടന്നു പോയാൻ. ഞാൻ അങ്ങ് നടന്നു പോയിരുന്നു. നോക്കി പിടിപ്പിക്കുന്നോ ലച്ചു? നീ മുമ്പ് ഏതാണ്ട് പറയാൻ വന്നില്ലായിരുന്നു? എന്തുവായിരുന്നത്? എന്തോ എന്നോട് ഏതാണ്ട് പറയാൻ വന്നിട്ട് പറഞ്ഞില്ല. ആ അത് ഞാൻ മറന്നുപോയി, ഓർമ്മ വരുമ്പോ പറയാം. എന്താ? അമ്മൂമ്മ വിളിച്ച. അമ്മൂമ്മനെ വിളിച്ചേരാൻ എന്തിന്? കുഴിപ്പണത്തെ അമ്മൂമ്മ എന്തിന്? ഒരു കാര്യം പറയാണ്. ഹലോ അമ്മൂമ്മ, ഒരു മിനിറ്റ്. അമ്മ എത്ര സമയമായി? സമയോ 11. 11 മണിയാണ്ട് എനിക്ക് ജ്യൂസ് പോലും കിട്ടിയില്ല. ആർക്കും ശ്രദ്ധയില്ല. എന്തു വലിച്ചു ഇത്? എനിക്ക് അറിഞ്ഞൂടാ, കൊച്ചല്ലേ. അത്രയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അമ്മ എന്നെ വിളിക്കുന്നു, നോക്കിക്കോ. കൊച്ചിനെ എന്നെ ശ്രദ്ധിക്കാത്തെന്നും പറഞ്ഞു. കൊച്ചി കഴിക്കാൻ കൊട്ട്. പാല് വേണ്ട. പാല് വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പാല് കുടിക്കണേ. ഉച്ചക്ക് ചോറ് തിന്നാൻ പറയില്ല. മക്കൾ ഇത് മൊത്തം കഴിച്ചു കഴിഞ്ഞാ ചോറുണ്ണാൻ പറയത്തില്ല. പക്ഷെ മൊത്തം കഴിക്കോ? കഴിയും. മൊത്തം കഴിക്കാൻ ഭയങ്കര ഹെൽത്തി ഫുഡാണല്ലോ കൊടുക്കണത്. കഴിച്ചോട്ടെ. കഴിച്ചോട്ടെ, എന്തെങ്കിലുമൊക്കെ പോട്ടെ. അച്ഛാ, ആരാച്ചി ചോറ് കൊണ്ട് കുടിച്ചേ? ആരേ ചോറ് കണ്ടുപിടിച്ചേ? ആർക്കറിയാം, എന്തായാലും ഞാനല്ല. എന്താണേലും ഞാനും അല്ല. അല്ല കല്ലൂസേ, ഈ ചോറ് കണ്ടുപിടിച്ച ആളെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കല്ലൂസ് എന്ത് ചെയ്യും? ഒരു കല്ലും ചോറ് കൊടുക്കും. ഒരു കല്ലോ? ഓ, ഇപ്പൊ ബിസ്ക്കറ്റും പാലും ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ. കുഴിപ്പണത്തെ അമ്മൂമ്മ പറഞ്ഞോണ്ട് കഴിക്കുന്നേ. അപ്പൊ ഞാൻ അമ്മൂമ്മയല്ലേ? പടവലത്തെ അമ്മൂമ്മ ഇവളുടെ പുന്നാര അമ്മൂമ്മയാണല്ലോ. എന്ന് കൊച്ചു പറഞ്ഞില്ലല്ലോ. ചില കാര്യങ്ങളെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അല്ല ലച്ചു, നീ നേരത്തെ ഏതാണ്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞല്ലേ. എന്തുവായിരുന്നു? അതൊന്നുമില്ല. പറ ലച്ചു, എന്തുവാന്ന് പറഞ്ഞോടമ്മ. കഴിക്കാൻ നോക്കി. കൊച്ചിനും അറിയാവോ? ചുമ്മാ ഇരി അമ്മൂമ്മ, അവള് വെറുതെ ഓരോന്നൊക്കെ പറയുന്നത്. എന്നാലും എന്തോന്ന് പറ. ഒന്നുമില്ല അമ്മൂമ്മ, എല്ലാരും പറയല്ലോ എന്റെ സ്വഭാവം ഭയങ്കര മോശമാണെന്ന്. അത് അമ്മൂമ്മ എപ്പോഴും പറയും. അതുണ്ടല്ലോ, പറഞ്ഞ കാര്യ. സംഗതി ഇവൻ എപ്പോഴും ചേച്ചിയുടെ സൈഡ് ആണെങ്കിലും ചേച്ചി ഒന്ന് മാറി കഴിഞ്ഞാൽ ഇവനും ഇത് തന്നെ പറയും. നീ പോകുന്നതിനും ഇവിടെ അടിച്ചു കളിക്ക് എട്ടാക്കിട്ടേ പോകുള്ളൂ. അയ്യോ, നീ ഒന്നും പറയാത്ത പോലെ. നിർത്തുങ്കപ്പാ, രണ്ടുപേരും സண்டை போடாதீங்க. അല്ല ലച്ചു, നീ എന്തോ പറയാൻ വന്നെന്ന് വെച്ചാൽ അതങ്ങ് പറഞ്ഞാ പോരെ? ഒന്നുമില്ല, എന്റെ ചെറുപ്പത്തിലെ എന്നെ നോക്കിയതും വളർത്തിയതും നിയന്ത്രിച്ചതൊക്കെ അമ്മൂമ്മന്റെ അല്ലേ. അപ്പൊ അമ്മൂമ്മയുടെ കുറെ സ്വഭാവങ്ങൾ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓ, അപ്പൊ നിന്റെ കുഴപ്പങ്ങളല്ല, ഇപ്പൊ എന്റെ കുഴപ്പം കൊണ്ടായി. പാവം അമ്മൂമ്മ. ചേച്ചി എങ്ങനെ വളർത്തിയതാ? എന്നാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞല്ലോ. വളർത്തിക്കൊണ്ടുവന്ന എല്ലാം എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. എന്നെ വളർത്തിയത് കുഴിപ്പണത്തെ അമ്മൂമ്മയാ. കണ്ടോ, ഈ കൊച്ചു നേരം വെളുത്തും മുതൽ എന്നെ തള്ളി പറഞ്ഞോണ്ടിരിക്കുക. ഇനി ഞാൻ കല്ലുവിന്റെ കാര്യത്തിൽ ഒന്നും ഇടപെടത്തില്ല. കല്ലൂസേ, ഇങ്ങനെയാണോ അമ്മൂമ്മ അടുത്ത് സംസാരിക്കുന്നത്? സോറി പറഞ്ഞേ. സോറി ഒന്നും പറയണ്ട. സോറി പറഞ്ഞാലും ഞാൻ കല്ലിനോട് മിണ്ടും. കല്ല് രക്ഷപ്പെട്ടു. கல்லுமா செல்லம் இல்ல, உனக்கு சுடு சுடா நெய் சுட்ட தோசை எடுக்கட்டா? അതൊന്നൊരു സിംഗില്ലാത്ത ഡയലോഗ് കൂടെ. கல்லு செல்லம் இல்ல, தோசை எடுக்கட்டா? വേണ്ട.
കഷ്ട. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഇനി ഞാൻ ചെന്നൈ പോകുമ്പോഴത്തേക്കും എവളെ കൂടെ കൊണ്ടുപോകാം. എന്നിട്ട് അവിടെ നിർത്തി സെറ്റാക്കി തിരിച്ചു കൊണ്ടുവരാം. എന്താ പറയുന്നേ? അതിനും ഒരു സിങ്കില്ലല്ലോടി. അത് എനിക്ക് കാര്യം മനസ്സിലായില്ലേ? ഞാൻ സിറ്റുവേഷനെ ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ട്വിസ്റ്റ് ചെയ്യാൻ ചുട്ടു കൊണ്ടോട്ടെ കുഞ്ഞാ. എന്റെ പൊന്നു. എന്നെ കുഴിപ്പണത്ത് അമ്മൂമ്മ കൊണ്ടു. എന്റെ മക്കളെ കുഴപ്പമില്ലാത്ത അമ്മൂമ്മ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുമ്പോ മ്യാമനും കൂടെ വരും. മ്യാമ പിന്നെ ഒരു പണിയും വേലയും കൂലില്ലാണ്ട് വീട്ടിലിരിക്കണേണല്ലോ. മ്യാമ എവിടെ വേണമെങ്കിലും പോവാല. കഷ്ടം. മാമ വേണ്ട. അമ്മ കുഴിപ്പണത്ത് അമ്മൂമ്മ എനിക്ക് ഫ്രോക്ക് മേടിച്ചു തരും. കുഴിപ്പുറത്താകുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിച്ചു തരും. അതെന്തൊരു വർത്താനല്ലോ നീ പറഞ്ഞേ. എന്നോട് പറഞ്ഞ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ലയോ? എന്നെ മേടിച്ചിട്ടുണ്ടാ കുഴിപ്പണത്ത് അമ്മൂമ്മ മേടിച്ചു. ഞാൻ ഈ കൊച്ചിന്റെ ഒരു കാര്യത്തിലും ഇനി ഇടപെടത്തില്ല. ഞാനും അമ്മൂമ്മ എടുത്ത് മിണ്ടൂല. ഇതാ പറയുന്നത് മുള്ളിന്റെ മൂട്ടി മുള്ളേ കിളുക്കത്തുള്ളെന്ന്. ലച്ചു, നിന്റെ മോള് തന്നെ, ഒരു മാറ്റവും ഇല്ല. നിന്നെ മുറിച്ച മുറി തന്നെ. ഞാൻ ലച്ചുവിന്റെ മോളല്ല. പിന്നെ ഭവതി ആരുടെ മോളാണാവോ? ഞാൻ ഫവാന്റെ മോളുടെ മോള്.